ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഓഗസ്റ്റ് മാസം 3-ാം തീയതി നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷയ്ക്ക് അവരുടെ സിലബസും പ്രകാരം 20 മാർക്കിന് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ 20 മാർക്കിൻ്റെ ആ ചോദ്യങ്ങളെന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കിൽ നിന്നാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ 3 അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് വളരെ കുറേ സിലബസുകൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു പോർഷനിൽ നിന്നാണ് ഈ 20 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മൊത്തം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ അത് ബുദ്ധിമുട്ടാവുന്ന സംഭവമാണ്. പക്ഷേ ഈ എല്ലാ ടോപ്പിക്കുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലും ചോർന്നു പോകാതെ വളരെ ലളിതമായിട്ട് ഞാൻ ഷോർട്ട് കട്ടിൽ നിങ്ങളുടെ അടുത്ത് ഒരു 2-3 ക്ലാസ് കൊണ്ട് അത് മനസ്സിലാക്കി തരുന്നതാണ്. നോട്ട്സിൻ്റെ സഹായമോ ചോദ്യോത്തരങ്ങളുടെ സഹായമോ ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഈ ക്ലാസ് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 3 ടൈപ്പ് അക്കൗണ്ടിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത്. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്, മറ്റൊന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അങ്ങനെ 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പം ട്രേഡിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ട്രേഡിംഗ് കൺസേണിൽ സാധനങ്ങൾ വാങ്ങിയും വിൽക്കുകയും ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ആ ഓർഗനൈസേഷനിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാനുഫാക്ചറിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. അവിടെ മൊത്തം കോസ്റ്റ് എത്രയുണ്ടായി, അതിൽ നിന്ന് എന്തുമാത്രം ലാഭമുണ്ടായി, ഓരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കോസ്റ്റിനെ അനലൈസ് ചെയ്യുക, അതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. അങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിംഗ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ന്യൂ കോൺസെപ്റ്റ് അല്ല, ഇതൊരു ഓൾഡ് കോൺസെപ്റ്റാണ്. അതെന്തുകൊണ്ട് ഓൾഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ 14-ാം നൂറ്റാണ്ടിൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്കൗണ്ടിംഗ് ഉപയോഗിച്ചതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ലൂക്കോ ഫാസിയോളി ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസിൻ്റെ സൂചനകൾ വെച്ചുകൊണ്ടൊരു പുസ്തകം എഴുതുകയും അതിനെ ഡെവലപ്പ് ചെയ്ത് ഇന്നത്തെ മോഡേൺ അക്കൗണ്ടിംഗ് ആവുകയും ചെയ്തു. അതുകൊണ്ട് മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നാണ് ലൂക്കോ പാസിയോളി വിശേഷിപ്പിക്കപ്പെടുന്നത്. സോ ലൂക്കോ പാസിയോളി വാസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. അങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും, അക്കൗണ്ടിങ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ പറയുമ്പം എന്താണ് ഈ അക്കൗണ്ടിങ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നു. അങ്ങനെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് ഫിനാൻഷ്യൽ ക്യാരക്ടറിൽ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ആ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നു, റിപ്പോർട്ടിനെ അനലൈസ് ചെയ്യുന്നു. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ടേംസ് ഓഫ് മണി. പൈസയുടെ മൂല്യത്തെ ട്രാൻസാക്ഷന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യുകയാണ്. ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ഫിനാൻഷ്യൽ ക്യാരക്ടറായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സും റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ്ങിന്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ 4 ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കേസ് ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ പ്രോപ്പർ റെക്കോർഡ്സുകൾ എഴുതി സൂക്ഷിക്കണം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസിന്റെ റെക്കോർഡ്സുകൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ. ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്, ഒരു കച്ചവടത്തിന്റെ ബിസിനസിന്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിംഗ് വേണം. അപ്പോൾ ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. ഇനി 3ാമത്തെ കേസ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്കറിയണം. ഒരു ബിസിനസിന്റെ റിസൾട്ട് വേറെയാണ്, സാമ്പത്തിക സ്ഥിതി വേറെയാണ്.
ഒരു ബിസിനസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടോ, അതിന് നിലനിൽപ്പുണ്ടോ, അതിന് ലിക്വിഡിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ നമുക്ക് അക്കൗണ്ടിങ് വേണം. മൂന്നാമത്തെ കേസ്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന യൂസേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ തീർച്ചയായും അക്കൗണ്ടിങ് വേണം. അപ്പോൾ ഈ 4 പർപ്പസിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് 4 പർപ്പസ് എന്ന് പറയുന്നത്? 1, ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. 2, ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. 3, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. 4 എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിവിടെ ഒരു ചോദ്യം, ആരാണ് ഈ യൂസേഴ്സ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ്? ദ ടോട്ടൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 2. അവരെ നമ്മൾ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. യൂസേഴ്സിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇന്റേണൽ യൂസേഴ്സുമുണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സുമുണ്ട്. അപ്പോൾ ആരാണ് ഈ ഇന്റേണൽ യൂസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസേഷനകത്തുള്ള ആൾക്കാരെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർ മെയിൻലി ആരായിരിക്കും? യഥാർത്ഥത്തിൽ എംപ്ലോയീസും അതിന്റെ മാനേജ്മെന്റും ആയിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസ്, അവരെ നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്നും, ഒരു കൺസേൺസ് പുറത്തുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നാണ്. അതാരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്? ബാങ്കേഴ്സ് ഉണ്ടായിരിക്കാം, ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കാം, സപ്ലൈസ്, ഗവൺമെന്റ് ടാക്സ് പർപ്പസിന് വേണ്ടിയുള്ള ഗവൺമെന്റ്, അങ്ങനെ പുറത്തുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ചേരുന്നവർ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും അവർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഇന്ത്യയിലെന്നല്ല ലോകത്ത് എവിടെ ചെന്നാലും ഒരേ അക്കൗണ്ടിങ് സമ്പ്രദായമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഒന്ന് തന്നെയാണ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ഏത് രാജ്യത്തിൽ ഏത് കോണിൽ ചെന്നാലും അക്കൗണ്ടിങ് എല്ലാം ഉപയോഗിക്കുന്ന സെയിം ആണ്. അതുകൊണ്ട് അതിന് യൂണിവേഴ്സൽ അഡാപ്റ്റബിലിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് പഠിക്കുന്നതിന് വേണ്ടി അതിന്റെ ബേസിക് സ്റ്റെപ്പ്, പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് ഇവിടെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം എന്താ ചെയ്യുന്ന? അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രിലിമിനറി സ്റ്റെപ്പുകൾ ചെയ്യണം. അങ്ങനെ അതിന്റെ പ്രിലിമിനറി സ്റ്റെപ്പുകൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നും, ആ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞ് ബിസിനസിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് എന്നുമാണ്. അപ്പോൾ ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ബുക്ക് കീപ്പറാണ്, അക്കൗണ്ടിംഗ് ചെയ്യുന്നതെന്ന് പറയുന്ന അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സംഭവം എപ്പോഴാണോ തീരുന്നത് അപ്പോഴാണ് അക്കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാർട്ട് വെൻ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അക്കൗണ്ടിംഗ് തുടങ്ങുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നാണ്. അപ്പോൾ ഈ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം, അതിനു മുമ്പ് നമുക്ക് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് അറിയണം. എന്തൊക്കെ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്? പ്രധാനമായും 3 സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്ന ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്, 2 സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്, 3 ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. അങ്ങനെ 3 സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നമുക്കുള്ളത്. അതിലെന്താണ് ഈ ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന് ചോദിച്ചാൽ, ട്രാൻസാക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷനിൽ ക്യാഷുമായി ബന്ധപ്പെട്ട ആസ്പെക്ട്സുകൾ മാത്രം എടുത്ത് റെക്കോർഡ് ചെയ്തു, ക്യാഷിന്റെ റെസീറ്റ്സും ക്യാഷിന്റെ പേയ്മെന്റ്സും മാത്രം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ്. See, under this system, only the cash aspects are recorded in the books of accounts. ഇവിടെ ക്യാഷ് ആസ്പെക്ട്സ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ക്യാഷ് സിസ്റ്റം എന്നാണ്. ഇനി രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. എന്താ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? Under this system only, cash and some personal accounts are recorded, while impersonal accounts are disregarded. ഇവിടെ ക്യാഷും അതുപോലെ തന്നെ പേഴ്സണൽ ആസ്പെക്ട്സുകളും റെക്കോർഡ് ചെയ്തു, ഇംപേഴ്സണൽ ആസ്പെക്ട്സുകൾ ഡിസ്റിഗാർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഇത് കറക്റ്റ് ആയിട്ടൊരു സിസ്റ്റമല്ല, ഇതൊരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. കാരണം അൺസയന്റിഫിക് ആണ്, ഇത് അൺസിസ്റ്റമാറ്റിക് ആണ്. ഇവിടെ നമുക്ക് അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് 3 വിധത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. അതേതൊക്കെയാണ്? പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. വ്യക്തികളെ സംബന്ധിക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് പേഴ്സണൽ അക്കൗണ്ട് എന്നും, അസറ്റുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടും, എന്നാൽ ഒരു എക്സ്പെൻസോ ഇൻകത്തിന്റെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് നോമിനൽ ഓർ ഫിക്ടീഷ്യസ് അക്കൗണ്ട് എന്നാണ്.
അപ്പോൾ ഇതിൽ പേഴ്സണൽ അക്കൗണ്ടും ചില ക്യാഷ് ആസ്പെക്ട്സുകളും ചില പേഴ്സണൽ അക്കൗണ്ടുകളും മാത്രം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. ഇപ്പം ചെറിയ ചെറിയ കടക്കാർ, പാൻ ഷോപ്പുകാരൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. അവരുടെ കയ്യിൽ വേറെ അക്കൗണ്ട് ബുക്കുകളൊന്നുമില്ല, അവരുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ചെറിയ കച്ചവടക്കാരാണ്. ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്, അൺസയന്റിഫിക് ആണ്, അത് അൺസിസ്റ്റമാറ്റിക് സ്റ്റൈൽ ഓഫ് അക്കൗണ്ട് കീപ്പിംഗ് ആണ്. ഇത് എറേനിയസ് ആണ്, ഈ മെത്തേഡ് എറേനിയസ് ആണ്. കാരണം അതിലുപയോഗിക്കുന്ന അസറ്റുകളുടെയോ ലയബിലിറ്റിയുടെയോ വാല്യൂ ഒന്നും തന്നെ കറക്റ്റ് അല്ല. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ശരി തന്നെ അതെല്ലാം എറേനിയസ് ആണ്. അപ്പോൾ അങ്ങനെ ലിമിറ്റേഷൻസ് മാത്രമുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അതാണ് നമ്മളിവിടെ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റം. എന്താ ഡബിൾ എൻട്രി സിസ്റ്റം? ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്താലും ശരി തന്നെ അതിന് ഏറ്റവും കുറഞ്ഞത് 2 എലമെന്റ് ഉണ്ട്, 2 ആസ്പെക്ട്സ് ഉണ്ട്. സോ എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. ഒരു ആസ്പെക്ട് റിസീവിംഗ് ആസ്പെക്ട്സ് ആയിരിക്കും, മറ്റൊരു ആസ്പെക്ട് ഗിവിംഗ് ആസ്പെക്ട് ആയിരിക്കും. സോ എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 എലമെന്റ്സ്, ദ റിസീവിംഗ് എലമെന്റ് ആൻഡ് ഗിവിംഗ് എലമെന്റ്സ്. സോ ദീസ് 2 എലമെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ 2 അക്കൗണ്ട്സ്. ഈ 2 എലമെന്റുകളെ കൊണ്ടുവന്ന് നമ്മൾ 2 അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യണം. ഈ 2 എലമെന്റുകളെ കൊണ്ടുവന്ന് 2 അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവരി ഡെബിറ്റ് മസ്റ്റ് ഹാവ് ആൻ ഈക്വലന്റ് ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഒരു ഡെബിറ്റിന് തുല്യമായ കറസ്പോണ്ടിങ് ആയ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ. എവരി ഡെബിറ്റ് മസ്റ്റ് ഹാവ് ആൻ ഈക്വലന്റ് ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 സിസ്റ്റത്തിൽ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങിന്റെ പ്രിലിമിനറി സ്റ്റേജ് ആയിട്ടുള്ള ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതിനകത്ത് എന്ത് പ്രോസസ്സാണുള്ളതെന്ന് ചോദിച്ചാൽ 3 പ്രോസസ്സാണ് അവിടെ ഉള്ളത്. അതേതൊക്കെയാണ് 3 പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലൈസിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, അതാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ നമുക്കറിയാം അത് ജേർണലൈസിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയണം. എന്താണ് ഈ ബുക്ക് കീപ്പിംഗ് എന്നറിയണം. അപ്പോൾ വാട്ട് യു മീൻ ബൈ ബുക്ക് കീപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ബിസിനസ്സിന് ഒരു കൂട്ടം പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. ആ പുസ്തകങ്ങളിലേക്ക് ബിസിനസിന്റെ ട്രാൻസാക്ഷൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കലാപരമായ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നാണ്. സോ ബുക്ക് കീപ്പിംഗ് ഈസ് an art and science of recording business transactions in a set of books. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. അത് വളരെ സയന്റിഫിക് ആയിട്ടാണ്, അത് ശരിക്കും ആർട്ട്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബിസിനസ് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസാണ്. അപ്പോൾ എന്താ ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലുണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകളാണ്. So transaction simply means any exchange of goods and services between 2 or more persons. 2 അതിലധികം വ്യക്തികൾ ചേർന്ന് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ മനസ്സിലായല്ലോ. ട്രാൻസാക്ഷൻ സിംപ്ലി മീൻസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ 2 or more persons. 2 വ്യക്തികളിൽ കൂടുതലുണ്ടായി, 2 വ്യക്തികൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഒരാൾ വാങ്ങാനുണ്ടായിരിക്കണം, ഒരാൾ കൊടുക്കാനുണ്ടായിരിക്കണം. അപ്പോൾ 2 അതിലധികം വ്യക്തികൾ ചേർന്ന് എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ ഉണ്ട് എങ്കിൽ അത് വിളിക്കുന്ന പേരാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ 2 വിധത്തിലുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷനും മറ്റൊന്ന് ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമാണ്. അപ്പോൾ എന്താ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഉടൻ തന്നെ അതിന്റെ പേയ്മെന്റ് കൊടുത്താൽ ക്യാഷ് ട്രാൻസാക്ഷൻ. എന്നാൽ ട്രാൻസാക്ഷൻ നടന്നിട്ട് അതിന്റെ പേയ്മെന്റ് മാറ്റിവെച്ചു പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ പേയ്മെന്റ് ഉടൻ കൊടുത്താൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. പേയ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ്. അങ്ങനെ ട്രാൻസാക്ഷൻ 2 വിധമുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക ടേമുകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ടേമുകൾ പരീക്ഷിക്കുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു, ട്രാൻസാക്ഷൻ പറഞ്ഞു, പിന്നെ ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ അസറ്റ് എന്നറിയണം. വാട്ട് യു മീൻ ബൈ അസറ്റ്? ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോപ്പർട്ടി ആവാം അല്ലെങ്കിൽ പൊസഷൻ ആവാം, അല്ലെ? അസറ്റിന്റെ മേൽ നമുക്ക് 2 റൈറ്റുകളുണ്ട്. ഏതൊക്കെ 2 റൈറ്റുകൾ? ഒന്ന് കൈവശാവകാശം, മറ്റൊന്ന് ഉടമസ്ഥാവകാശം.
അപ്പൊ കൈവശാവകാശമോ ഉടമസ്ഥാവകാശമോ ആവാം അസറ്റ് എന്ന് പറയുന്ന ദ പ്രോപ്പർട്ടി ഓർ ദ പൊസഷൻ ഓൺഡ് ബൈ എ ബിസിനസ് ഓർ എ പേഴ്സൺ. ഇത് കൈവശം വെച്ചേക്കുന്ന ബിസിനസ് ആവാം അല്ലെങ്കിൽ പേഴ്സൺ ആവാം. സോ ദ പ്രോപ്പർട്ടി ഓർ ദ പൊസഷൻ ഓൺഡ് ബൈ എ ബിസിനസ് ഓർ എ പേഴ്സൺ വിച്ച് ഹാസ് മണി വാല്യൂ, അതിന് പൈസയുടെ മൂല്യമുണ്ട്. ആൻഡ് ക്യാൻ ബി സോൾഡ് ടു പേ ഡെറ്റ്. അതാണ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ പൊസഷനോ കൈവശം വെച്ചേക്കുന്ന ബിസിനസ് ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. അതിന് പൈസയുടെ മൂല്യമുണ്ട്, മണി വാല്യൂ ഉണ്ട്. അത് വിൽക്കാൻ കഴിയണം. വിറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടണം. ആ പൈസ കിട്ടുന്നത് കൊണ്ട് നമുക്ക് കടം വീടാൻ കഴിയണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെല്ലാം നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ബിസിനസ് കയ്യിൽ വെച്ചിരിക്കുന്ന വസ്തുവകകൾ വിളിക്കുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള അസറ്റുകളാണ് ബിസിനസിന്റെ കയ്യിലിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് അസറ്റാണ്. അസറ്റ് നമ്മൾ ബേസിക് ആയിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്, ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. അപ്പോൾ എന്താണ് ഈ ഫിക്സഡ് അസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസറ്റ് ലോങ് പീരീഡിൽ ഉപയോഗിക്കുകയാണ്. ഒരുപാട് പീരീഡിലേക്ക് അസറ്റ് ഉപയോഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് എന്നാണ്. അസറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഈസ് കാൾഡ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഇങ്ങനെയുള്ള അസറ്റുകൾ നോക്കിയേ. ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. ചില അസറ്റുകളൊക്കെ ബിസിനസിന്റെ ബിഗിനിങ് ടു എൻഡ് ഉപയോഗിക്കാം. അങ്ങനെ ദീർഘകാലത്തെ ഉപയോഗിക്കുന്ന ഈ അസറ്റുകളെ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് എന്നാണ്. അതിന്റെ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ആണ്. ഏറ്റവും കുറഞ്ഞ ഒരു വർഷത്തേക്ക് മാത്രം ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ഈ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. സോ അസറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഈസ് കാൾഡ് കറണ്ട് അസറ്റ്. കുറച്ച് പീരീഡിലേക്ക് മാത്രമാണ് നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ, കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് കറണ്ട് അസറ്റ് എന്നാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? കറണ്ട് അസറ്റിന് നമുക്ക് ഫ്ലോട്ടിംഗ് അസറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് വിളിക്കാൻ കാരണം അതിന് പ്രത്യേക രൂപമില്ല. ഇത് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അപ്പോൾ ഈ 1,00,000 രൂപ കൊടുത്ത് ഞാൻ റോ മെറ്റീരിയൽ വാങ്ങിച്ചു. ആ റോ മെറ്റീരിയൽ അതേപോലെ തന്നെ ഇരിക്കത്തില്ല. അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തു സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി. ആ സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെ വീണ്ടും ഞാൻ കൺവേർട്ട് ചെയ്തു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി. എന്നിട്ടത് വിറ്റപ്പം കടക്കാർ വന്നു, ഡെറ്റേഴ്സ് വന്നു. ആ ഡെറ്റേഴ്സിൽ നിന്ന് പൈസ കളക്ട് ചെയ്തപ്പോഴാണ് എൻ്റെ കയ്യിൽ ക്യാഷ് വന്നത്. വീണ്ടും ഞാൻ റോ മെറ്റീരിയൽ വാങ്ങിച്ചു. ഇങ്ങനൊരു പ്രോസസ്സ് പോയിക്കൊണ്ടേയിരിക്കും ഇതിനകത്ത്. അപ്പോൾ ക്യാഷ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് റോ മെറ്റീരിയലായി, എഗെയിൻ കൺവേർട്ടഡ് ഇൻറ്റു സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെറ്റേഴ്സ്, എഗെയിൻ കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ്. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു സ്റ്റാറ്റിക് ഫോം ഇല്ലാതെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, കയ്യിലിരിക്കുന്ന ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ്; ബാങ്കിൽ കിടക്കുന്ന ക്യാഷ്, ക്യാഷ് അറ്റ് ബാങ്ക്; പൈസ തരാനുണ്ട് നമുക്ക് കുറേ പേര്, സൺട്രി ഡെറ്റേഴ്സ്; അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ബിൽ റെസീവബിള്; വിൽക്കാതിരിക്കുന്ന സാധനങ്ങളായ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതെല്ലാം കറണ്ട് അസറ്റിന് ഉദാഹരണമാണ്. ഏതൊക്കെയാ? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽ റെസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതെല്ലാം നമുക്ക് കറണ്ട് അസറ്റിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റുകൾ രണ്ടായിട്ട് നമ്മൾ തിരിച്ചെങ്കിൽ പോലും ഇനി ഫിക്സഡ് അസറ്റിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. അതേതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടാഞ്ചിബിൾ അസറ്റും മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസറ്റുമാണ്. എന്താണ് ഈ ടാഞ്ചിബിൾ അസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ടച്ചബിൾ അല്ലെ, ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. സോ ദ അസറ്റ് വിച്ച് ക്യാൻ ടച്ച് ആൻഡ് ഫീൽ ഈസ് കാൾഡ് ടാഞ്ചിബിൾ അസറ്റ്. ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന അസറ്റുകളെല്ലാം ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കാം. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഫിക്സഡ് അസറ്റിൽ പറഞ്ഞ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇതെല്ലാം നമുക്ക് തൊട്ടു നോക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ കറണ്ട് അസറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആലോചിച്ച് നോക്കൂ. ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പേരിൽ മാത്രമേ ഉള്ളൂ ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റാത്ത അസറ്റുകളെ വിളിക്കുന്ന പേര് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാ. അസറ്റ് വെച്ച് കനോട്ട് ടച്ച് ആൻഡ് ഫീൽ ഈസ് കാൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അങ്ങനെയുള്ള അസറ്റുകൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട 4 അസറ്റുകളാണ്. അത് പരീക്ഷയ്ക്ക് വേണം നമുക്ക്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഗുഡ്വില്ലാണ്. അപ്പോൾ എന്താ ഗുഡ്വിൽ എന്ന് പറയുന്നത്? സൽപ്പേർ അല്ലെങ്കിൽ സൽകീർത്തി എന്ന് പറയും, റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ബിസിനസിന്റെ ക്വാളിറ്റി വിളിക്കുന്ന പേരാണ് ഗുഡ്വിൽ. ഒരു ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ വീണ്ടും വീണ്ടും ആകർഷിക്കാൻ വേണ്ടിയുള്ള ബിസിനസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി, അതിനെ വിളിക്കുന്ന പേര് ഗുഡ്വിൽ എന്നാണ്. സൽപ്പേർ അല്ലെങ്കിൽ സൽകീർത്തി എന്നാണ്. അത് ഇൻടാഞ്ചിബിൾ അസറ്റാ.
അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്ന പേറ്റന്റ് റൈറ്റ്. എന്താ പേറ്റന്റ് റൈറ്റ്? നമ്മൾ നടത്തുന്ന ഒരു കണ്ടുപിടുത്തങ്ങൾ അല്ലേ, ഞാനൊരു കഥ എഴുതി, അപ്പോൾ അത് എഴുതാനുള്ള അവകാശം എനിക്കാണ്. അപ്പം അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അതിന്റെ റൈറ്റിനെ വിളിക്കുന്ന പേര് പേറ്റന്റ് റൈറ്റ് എന്നാണ്. ഇനി അത് കോപ്പി ചെയ്യാനുള്ള അവകാശമുണ്ട്, കോപ്പി റൈറ്റ്. അങ്ങനെ ആ അസറ്റിന് മേലുള്ള പേറ്റന്റ് റൈറ്റും കോപ്പി റൈറ്റും ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ടച്ച് ചെയ്യാനും പറ്റില്ല, ഫീൽ ചെയ്യാനും പറ്റില്ല, പക്ഷെ കൊടുത്താൽ കാശ് കിട്ടും. അപ്പോൾ ഗുഡ്വില്ലായി, പേറ്റന്റ് റൈറ്റായി, കോപ്പി റൈറ്റായി. ഇനി നമുക്ക് ട്രേഡ് മാർക്കുണ്ട്. എന്താണ് ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്? കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന ലേബലുകൾ, സിമ്പലുകൾ, നമ്മൾ വിളിക്കുന്ന പേര് സിമ്പലുകളുണ്ട്. ആ ഐഡന്റിഫിക്കേഷൻ മാർക്കായ സിമ്പൽ അല്ലെങ്കിൽ ലേബലിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പേരാണ് ട്രേഡ് മാർക്ക്. നമ്മുടെ സിമ്പല്, നമ്മളെ പ്രോഡക്റ്റ് വേറെ ആൾ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമ്മളതിനകത്ത് കൊടുത്തിരിക്കുന്ന മാർക്ക് വേറെ ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമ്മളതിനെ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ഔദ്യോഗികമായി അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലേബലുകൾ എന്തായി മാറി? ട്രേഡ് മാർക്കായി മാറി. അത് നമ്മളെ ഇൻടാഞ്ചിബിൾ അസറ്റായി മാറി. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഉദാഹരണങ്ങളാണ് ഗുഡ്വില്ല്, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ദെൻ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ പോയി. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റിനെ നമ്മൾ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇനി ബിസിനസ്സിൽ കാണുന്ന മറ്റൊരു അസറ്റ് എന്ന് പറയുന്ന വേസ്റ്റിംഗ് അസറ്റാണ്. എന്താണ് ഈ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്? അസറ്റ് ഉപയോഗിക്കുന്നതനുസരിച്ച് വാല്യൂ ഡിപ്ലീറ്റഡ് ആയി പോകുന്ന അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് അഥവാ ഡിപ്ലീറ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് അസറ്റ് ഈസ് ഡിക്രീസിംഗ് ഓർ ബിക്കം സീറോ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ്. അസറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ സീറോ ആയി പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വേസ്റ്റിംഗ് അസറ്റ് അഥവാ ഡിപ്ലീറ്റഡ് അസറ്റ് എന്നാണ്. അതിന് ഉദാഹരണമുണ്ട് കോറീസ്, പാറക്കോറീസ്, മൈൻസ്, കരികൾ, അതുപോലെ തന്നെ ഓയിൽ വെൽസ്, എണ്ണ കിണറുകൾ. ഇവിടെ നിന്നൊക്കെ നമ്മൾ ആ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റാണ്. കോറി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പാറ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ കുഴിയായി വേസ്റ്റായി പോയി. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റായി പോകുന്ന അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിളാണ് കോറീസ്, മൈൻസ്, ഓയിൽ വെൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാത്തിന്റെയും എക്സാമ്പിൾ നമുക്ക് അത്യാവശ്യമാണ്. ഇനി മറ്റൊരു അസറ്റ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്? ഒരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം എറൈസ് ചെയ്യുന്ന അസറ്റുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ദ അസറ്റ് വിച്ച് ആർ എറൈസ്ഡ് ഡ്യൂ ടു റണ്ണിങ് എ ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് കൊണ്ട് മാത്രം എറൈസ് ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേര് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നാണ്. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കുറേ എക്സ്പെൻസുകൾ ഉണ്ടായി, പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടായി. അതൊരു വലിയ എമൗണ്ടാണ് ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിലിമിനറി എക്സ്പെൻസിന് യാതൊരു റിട്ടേൺസും കിട്ടാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ആ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ അസറ്റായിട്ട് തന്നെ അങ്ങനെ കിടക്കും. കാരണം അത് നമ്മളൊരു വലിയ ചിലവായിരുന്നു. അത് ഓരോ വർഷം കുറേശ്ശെ എഴുതി മാറ്റത്തേ ഉള്ളൂ, ഒരുമിച്ച് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വന്നു എന്നിരിക്കട്ടെ, ഡെബിറ്റ് ബാലൻസോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോഴാണല്ലോ ലാഭം വരുന്നത്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നഷ്ടമാണ്. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നഷ്ടം നമുക്ക് സംഭവിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഡെബിറ്റ് ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്, പ്രിലിമിനറി എക്സ്പെൻസും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അതെന്തുകൊണ്ട് അസറ്റായത്? ലാഭമുണ്ടെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണർക്ക് കൊടുക്കാനുള്ളതാ, നഷ്ടമുണ്ടെങ്കിൽ കൊടുക്കണ്ട എന്ന് പറയുന്ന കോൺസെപ്റ്റാ. അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ഫുള്ളി കോൺസെപ്റ്റ്സ്, അസംഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിലാണ് അക്കൗണ്ടിങ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, എവിടെയാണോ ഒരു ബിസിനസ്സിൽ അസറ്റ് ഉള്ളത് അവിടെ തീർച്ചയായിട്ടും ലയബിലിറ്റി ഉണ്ടായിരിക്കും. അസറ്റും ലയബിലിറ്റീസും എപ്പോഴും ഈക്വൽ ആയിരിക്കും, യാതൊരു സംശയമില്ല. അത് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന റൂളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. എന്താണ് ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. അപ്പോൾ വേണമെങ്കിൽ അത് നമുക്ക് തിരിച്ചു പറയാം, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ ഇക്വിറ്റിയെ സ്പ്ലിറ്റപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് കിട്ടി. ഇങ്ങനെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ മതി. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ചിലപ്പോൾ പരീക്ഷകൾ ചോദിക്കാം, ഇക്വേഷൻ ചോദിക്കും. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇക്വിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതായത് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞു നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഇവിടെ നമുക്ക് അസറ്റ് എപ്പോഴും ലയബിലിറ്റീസിന് തുല്യമാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ബിസിനസിന്റെ ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. അതെങ്ങനെയാണെന്നൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ബിസിനസ്മാൻ 10,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട്. അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു ബിസിനസ്മാൻ 10,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. 10,000 രൂപ അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ ക്യാപിറ്റൽ കൊണ്ടുവന്നെന്നും പറഞ്ഞു. ആ ബിസിനസ്മാൻ വേറെയാണ്, ബിസിനസ് വേറെയാ. ബിസിനസ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാ. ട്രേഡർ ബിസിനസ്സിലേക്ക് വന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ട്രേഡറുടെ പേരല്ല നമ്മൾ പറയുന്നത്. ബിസിനസ് വേറെയാണ്, ട്രേഡർ വേറെയാണ്. ഈ കൊണ്ടുവന്ന 10,000 രൂപ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിന് കടം കൊടുത്തതുപോലെയാണ്. ബിസിനസ് ഈ 10,000 രൂപ എപ്പോഴാണോ ബിസിനസ് അവസാനിക്കുന്നത് അപ്പോൾ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ലയബിലിറ്റി ആയിട്ടാണ്. അതേസമയം ബിസിനസ്സിന് ക്യാഷായിട്ട് 10,000 രൂപ കിട്ടി എന്ന് പറയുമ്പോൾ അത് അസറ്റാ. അപ്പോൾ ബിസിനസിന്റെ കയ്യിൽ 10,000 രൂപ ഉണ്ട്. ഇതേ 10,000 രൂപ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമയം ഇത് അസറ്റുമാണ്, മറ്റൊരു സമയം ഇത് ലയബിലിറ്റിയുമാണ്. അതുകൊണ്ടാണ് ഇതിന് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇതേ 10,000 രൂപയിൽ നിന്ന് 5,000 രൂപയ്ക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അവിടെയും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റിയാ. ട്രേഡർക്ക് 10,000 രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട്. നമ്മൾ ഈ 10,000 കൊണ്ടുവന്നിരുന്ന 5,000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങിച്ചപ്പം ക്യാഷായിട്ട് 5,000 രൂപ പോയെങ്കിലും ഫർണിച്ചറായിട്ട് 5,000 തിരിച്ചു വന്നു. അവിടെയും 10,000 രൂപ ഉണ്ടല്ലോ, 5,000 രൂപ ക്യാഷായിട്ട് ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പം 5,000 രൂപയുടെ ഫർണിച്ചർ കിട്ടി. അപ്പോൾ 10,000 പുറത്ത് കൊടുക്കേണ്ട ലയബിലിറ്റി 10,000, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അപ്പോൾ അവിടെയും നമുക്ക് അത് മനസ്സിലായി. അപ്പോൾ ലയബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പുറത്ത് കൊടുക്കേണ്ട എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി. ദ എമൗണ്ട് വിച്ച് ഈസ് ഓവ്ഡ് ബൈ എ ബിസിനസ് ടു ദി ഔട്ട്സൈഡർ. ഒരു ബിസിനസ് പുറത്ത് കൊടുക്കേണ്ട എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ലയബിലിറ്റി നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ ഒരു ട്രേഡർ ഒരു ബിസിനസ്സിലേക്ക് ആദ്യമായി മുതൽ മുടക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. സോ ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എ ട്രേഡർ ഇൻ ടു ദ ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് ഒരു ട്രേഡർ ആദ്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അസറ്റ് മനസ്സിലായി, ലയബിലിറ്റി മനസ്സിലായി, ഇപ്പൊ ക്യാപിറ്റൽ മനസ്സിലായി. ഇങ്ങനെ ഒരു ട്രേഡർ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രാ ചെയ്തു എന്നിരിക്കട്ടെ. എ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ. കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം പ്രൊപ്രൈറ്റർ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അത് സ്വന്തം ആവശ്യമായിരിക്കണം, ഡൊമസ്റ്റിക് യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് ആയിരിക്കണം. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 വിധത്തിൽ ഒരു ട്രേഡർക്ക് ബിസിനസ്സിൽ നിന്ന് തിരിച്ചെടുക്കാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി. അവിടെ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ബൈ ക്യാഷ്. ഇനി അദ്ദേഹം ബാങ്കിൽ ഇട്ടേക്കുന്ന പൈസയിൽ നിന്ന് ബാങ്കിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ഫ്രം ബാങ്കാ. ഇനി അദ്ദേഹം സാധനമാണ് ബിസിനസ്സിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ബൈ പർച്ചേസ് ഓഫ് ഗുഡ്സ്. അങ്ങനെ 3 രീതിയിൽ എടുക്കാം. ക്യാഷ് ആയിട്ട് ഡ്രോയിങ്സ് ചെയ്യാം, ബാങ്കായിട്ട് ബാങ്കിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ സാധനമായിട്ട് എടുക്കാം. അങ്ങനെ ഈ 3 രീതിയിൽ അദ്ദേഹം ഡ്രോയിങ്സ് നടത്തിയാൽ അത് പേഴ്സണൽ യൂസിനാണെങ്കിൽ ഡ്രോയിങ്സ് എന്ന് പറയുന്ന റിസീവിംഗ് എലമെന്റ് ആയതുകൊണ്ട് ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ജനറൽ എൻട്രി ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടി ഡ്രോയിങ്സ് അല്ലെങ്കിൽ വിഡ്രാ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ്സിന് എപ്പോഴും ഡെബിറ്റ് കൊടുക്കണം. അതിനകത്തൊരു മാറ്റമില്ല. പക്ഷേ ക്യാഷാണ് എടുക്കുന്നതെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷാ പോയത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്കിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി സാധനമാണ് എടുക്കുന്നെങ്കിലോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഇതാണ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കും വെൻ ദ ട്രേഡർ മെയ്ഡ് ഡ്രോയിങ്സ് ബൈ ടേക്കിംഗ് ഗുഡ്സ് വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്ന് ചോദിക്കും. ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് സാധനം എടുത്താൽ പർച്ചേസിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ പർച്ചേസ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കഴിഞ്ഞു, ഡ്രോയിങ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് റവന്യൂ എന്താണെന്നാ. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടേമുകളാണ് നമ്മൾ പറയുന്ന. റവന്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബിസിനസ് ബൈങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് റവന്യൂ എന്നാണ്. സോ ഇറ്റ് ഈസ് ആൻ എമൗണ്ട് വിച്ച് ഈസ് ഏൺഡ് ബൈ ദ ബിസിനസ് ബൈ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റീസ്. സാധനങ്ങൾ വാങ്ങിയും വിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് റവന്യൂ എന്നാണ്. ഈ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് എന്നാണ്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് ബിസിനസിന്റെ വരുമാനമാണ്. ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് എന്നാണ്. സോ ദ എമൗണ്ട്
which is used to earn the revenue is called expense. അങ്ങനെ ബിസിനസ്സിലേക്ക് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് എന്നാണ്. ഇനി അതുപോലെ തന്നെ ഈ എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എക്സ്പെൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്പെൻഡിച്ചർ, അപ്പോൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന മൊത്തം എക്സ്പെൻഡിച്ചർ ഇത് മൂന്ന് സ്വഭാവത്തിലാണ് കാണുന്നത്. നമുക്ക് there are expenditures are of 3 types. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, 2 റവന്യൂ എക്സ്പെൻഡിച്ചർ, 3 ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അങ്ങനെ 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ. അപ്പൊ എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ ദ എക്സ്പെൻഡിച്ചേഴ്സ് വിച്ച് ആർ ഇൻക്ലൂഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എനി എക്സ്പെൻഡിച്ചർ വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസിംഗ് ഫിക്സഡ് അസറ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെലവാക്കിയാലും ശരി അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. The benefit which is derived from capital expenditure are for more than 1 year. ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്പെൻഡിച്ചറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു, ലാൻഡ് വാങ്ങിച്ചു, ബിൽഡിംഗ് വാങ്ങിച്ചു, പ്ലാന്റ് വാങ്ങിച്ചു, മെഷീനറി വാങ്ങിച്ചു, ഇതെല്ലാം ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ ഈ ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഇനി എന്താണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ, the expenditure which are incurred for the day-to-day running of the business. ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി ചെലവാകുന്ന എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തേക്കേ കിട്ടത്തുള്ളൂ. അപ്പൊ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ 2 എക്സ്പെൻഡിച്ചറായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണമാണ് പേയ്മെന്റ് ഓഫ് സാലറി, വേജസ്, പർച്ചേസ് ഓഫ് റാ മെറ്റീരിയൽ എക്സെട്ര. ഇനി മൂന്നാമത്തെ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. എന്താ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമല്ല, റവന്യൂ എക്സ്പെൻഡിച്ചറുമല്ല. ദീസ് ആർ ദ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ നൈദർ ദ ക്യാപിറ്റൽ നോർ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റലുമല്ല റവന്യൂമല്ലാത്ത എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. രണ്ടിന്റെ സ്വഭാവം കാണിക്കും. നമ്മളിപ്പോഴാണ് ചെലവാക്കുന്നത്, അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് കുറേ നാളത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഉദാഹരണം നമുക്ക് നോക്കാം. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഈ വർഷമാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കുന്നത്. പക്ഷെ ഈ വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വർഷങ്ങളോളം നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് ഈ എക്സ്പെൻഡിച്ചർ നമുക്ക് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, ആദ്യം നമ്മൾ ബിസിനസ്സിൽ ചെലവാക്കുന്ന എമൗണ്ട് അത് അപ്പോഴാണ് ചെലവാക്കുന്നെങ്കിൽ പോലും അതിന്റെ ബെനിഫിറ്റും വർഷാവസാനം അല്ലെങ്കിൽ ബിസിനസിന്റെ അവസാനം വരെ കിട്ടത്തില്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിച്ചു. അപ്പൊ ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ വളരെ ബെസ്റ്റ് 2 എക്സാമ്പിളാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രിലിമിനറി എക്സ്പെൻസും. അത് മറന്നു പോരുന്ന എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസും, ഇത് രണ്ടും ഏതിന്റെ എക്സാമ്പിളാ? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലായി, എക്സ്പെൻഡിച്ചർ മനസ്സിലായി. ഇനി നമുക്കറിയേണ്ട അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഡെറ്റർ, ആരാണ് ക്രെഡിറ്റർ എന്നറിയണം. ഡെറ്റർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് ഡെറ്റർ എന്നും, ബിസിനസ് പൈസ കൊടുക്കേണ്ട ആൾക്കാരെ വിളിക്കുന്ന പേര് ക്രെഡിറ്റർ എന്നുമാണ്. സോ ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓവ്സ് സംതിങ്. എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്ന വ്യക്തി നമ്മൾ വിളിക്കുന്ന പേര് ഡെറ്റർ എന്നാണ്. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം സംതിങ് ഈസ് ഓവ്ഡ് ഈസ് കാൾഡ് ക്രെഡിറ്റർ. ആർക്കാണോ കടപ്പെട്ടിരിക്കുന്ന അയാളെ വിളിക്കുന്ന പേര് ക്രെഡിറ്റർ എന്നാണ്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ഈ ടേമുകളെല്ലാം കുറെ പഠിച്ചു വെച്ചു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അക്കൗണ്ടിങ് പറഞ്ഞു, അതുപോലെ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്, ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു, അതുപോലെ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ബുക്ക് കീപ്പിംഗ് പറഞ്ഞു, ട്രാൻസാക്ഷൻ പറഞ്ഞു, ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ആദ്യം അസറ്റുകൾ പറഞ്ഞു, അസറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ, ഫിക്സഡ് അസറ്റ്, പിന്നെ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റിൽ തന്നെ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ദെൻ ഫിക്ടീഷ്യസ് അസറ്റ്, ദെൻ വേസ്റ്റിംഗ് അസറ്റ്. അത് കഴിഞ്ഞു നമ്മൾ ലയബിലിറ്റി പറഞ്ഞു, ക്യാപിറ്റൽ പറഞ്ഞു, ഡ്രോയിങ്സ് പറഞ്ഞു, റവന്യൂ പറഞ്ഞു. റവന്യൂ പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ പറഞ്ഞു.
അപ്പോൾ ആ എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസിഫിക്കേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം വ്യക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്കറിയണം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില ടേമുകൾ ഇനിയും അറിയേണ്ടതുണ്ട്. അത് നമ്മൾ കോൺസെപ്റ്റ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. അതെന്താണ് ആ കേസ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ മോഡേൺ പ്രിൻസിപ്പിൾ നമ്മൾ വിളിക്കുന്ന പേര് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാ. ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായും അതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സുകളുണ്ട്. എന്താണ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് അക്കൗണ്ടിങ് അസംഷൻസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, ദെൻ മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്, ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ 4ആയിട്ടാണ് തിരിക്കുന്നത്. ഏതൊക്കെ നമ്മൾ പറഞ്ഞ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 4. ദേ ആർ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പൊ എന്താണ് ഈ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, അക്കൗണ്ടിങ്ങിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ഫുള്ളി അസംഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. സോ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചില കോൺസെപ്റ്റിന്റെ ബേസിലാണ്, ചില അസംഷൻസിന്റെ ബേസിലാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് അസംഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അസംഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്റിറ്റി കോൺസെപ്റ്റാണ്. അപ്പൊ എന്താണ് ഈ എന്റിറ്റി കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റിറ്റി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ്. ഒരു ബിസിനസ്സിന് നിരന്തരമായ നിലനിൽപ്പുണ്ട്. ആരിൽ നിന്ന് വ്യത്യസ്തമായി, അതിന്റെ ഓണർ അല്ലെങ്കിൽ ട്രേഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലനിൽപ്പുണ്ട് ഒരു ബിസിനസ്സിന്. എ ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ബിസിനസ്സിന് അതിന്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാടുണ്ട്, ഒരു നിലനിൽപ്പുണ്ട്. ഉദാഹരണത്തിന്, ഞാനൊരു 50,000 രൂപ കൊണ്ടൊരു ബിസിനസ് ആരംഭിച്ചാൽ ഞാൻ വേറെയാണ്, എന്റെ ബിസിനസ് വേറെയാണ്. ഞാൻ ബിസിനസ്സിന് 50,000 രൂപ കടം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അറിയപ്പെടുന്നത് ബിസിനസിന്റെ പേരിലാണ്, എന്റെ പേരിലല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് വേറെയാണ്, അതുപോലെ ട്രേഡർ വേറെയാണ്. അതുകൊണ്ടാണ് അവിടെ ക്യാപിറ്റൽ ലയബിലിറ്റി ആയത്. അതുകൊണ്ട് ബിസിനസ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ആ അസംഷൻ നമ്മൾ വിളിക്കുന്ന പേര് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. എന്താണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഒരു ബിസിനസ്, ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ബിസിനസ് ദീർഘകാലം നിലനിൽക്കുമെന്നാണ്. ഈ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ പ്രറ്റി ലോങ് ലൈഫ്. കുറെ നാളത്തേക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് നടന്നു പോകുന്നുള്ള അസംഷനിലാണ് ബിസിനസിന്റെ ആരംഭം. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അസറ്റുകൾക്കെല്ലാം ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കുന്നത്. അത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റാണ്. എന്താ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്? ബിസിനസ്സിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും മോണിറ്ററി ടേംസിലായിരിക്കും. പൈസയുടെ മൂല്യത്തിൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. സോ ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് ഫൈനാൻഷ്യൽ വാല്യൂ. മണി വാല്യൂവിലാണ് എന്ത് ചെയ്യുന്നത്? അത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. അതാണ് അടുത്ത കേസ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ആണ്. ഡിസ്ക്ലോഷർ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്? ഇവിടെ ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ റിലവൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റേഴ്സ് ഉണ്ടോ, ആ മാറ്റേഴ്സ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുൾ ഡിസ്ക്ലോസർ, പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോസർ അഥവാ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മെറ്റീരിയാലിറ്റി അല്ലെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ? ഫുൾ ഡിസ്ക്ലോസർ എന്ന് വിളിക്കും. സി ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് വൈൽ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെല്ലാം മെറ്റീരിയൽ ഫാക്ട്സ് ഉണ്ടോ അതെല്ലാം തുറന്നു കാട്ടിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് അതിനെ വിളിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റി എന്നാണ്. അപ്പൊ എൻറ്റിറ്റി കോൺസെപ്റ്റായി, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറഞ്ഞു. ഇപ്പം നമ്മൾ ഫുൾ ഡിസ്ക്ലോസർ പറഞ്ഞു. ഇനി നമുക്ക് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ഉണ്ട്. എന്താ ഈ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു പറ്റ റെഗുലർ ഇന്റർവൽ ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇറ്റ് റിപ്പോർട്ട്സ്.
ഇവിടെ ഒരു നിശ്ചിത പീരീഡ് വെച്ച് ടൈം ഇന്റർവെൽ വെച്ച് അക്കൗണ്ടിങ് എന്ത് ചെയ്യണം, നടത്തണം, എന്നിട്ട് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പൊ അതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ പ്രൂഡൻസ് എന്നാണ്. എന്താണ് ഈ പ്രൂഡൻസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഏത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണോ ആദ്യത്തെ വർഷം ഫോളോ ചെയ്യുന്നത്, അതേ അക്കൗണ്ടിങ് സിസ്റ്റം തന്നെ തുടർന്ന് വരുന്ന വർഷങ്ങളിലും ഫോളോ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൂഡൻസ്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ സിസ്റ്റം എപ്പോഴും സെയിം ആയിരിക്കണം. ഏത് വർഷമാണോ അക്കൗണ്ടിങ്, ആദ്യത്തെ വർഷം ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണോ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, അതേ അക്കൗണ്ടിങ് സിസ്റ്റം തന്നെ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞേക്കുന്ന പ്രൂഡൻസ് അഥവാ കൺസർവേറ്റിസം എന്ന് വിളിക്കുന്നത്. പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം എന്ന് പറയുന്ന സിസ്റ്റമാണതെന്ന് പറയുന്നത്. ഇങ്ങനെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ബേസിക് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസും കുറേ കോൺസെപ്റ്റുകളുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രിൻസിപ്പിളാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. എന്താ ടൈംലിനെസ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട സമയത്ത് തന്നെ അത് പ്രൊവൈഡ് ചെയ്യണം. ടൈംലി ഇൻഫർമേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരാണോ അവർക്ക് ടൈംലി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ടൈംലിനെസ് എന്നാണ്. അത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ അസംഷൻസ്, അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്, അത് കൂടാതെ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡുകളുണ്ട്. എന്താ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? എല്ലായിടത്തും അക്കൗണ്ടിങ് ഒരേപോലെ ഉപയോഗിക്കുന്നതിന് വേണ്ടി, ട്രീറ്റ്മെന്റ് എല്ലാം സെയിം ആവുന്നതിന് വേണ്ടി ഒരു അക്കൗണ്ടിങ് എക്സ്പേർട്ട് ബോഡി കാലാകാലങ്ങളിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൊവിഷൻസ്, ഗൈഡ് ലൈൻസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യും. എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യും. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ആൻ എക്സ്പേർട്ട് ബോഡി. കുറെ അക്കൗണ്ടന്റ് എക്സ്പേർട്ട് ബോഡി ചേർന്നവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിന്റെ പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ സമയാസമയങ്ങളിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബുക്ക് കീപ്പർ എന്ത് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളുണ്ട് ബിസിനസ്സിൽ. അതിൽ ആദ്യമായി ഉപയോഗിക്കുന്ന ബുക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ജേണൽ ബുക്ക് എന്നാണ്. അപ്പൊ അക്കൗണ്ടിങ് നടത്തുന്നതിന്റെ, ബുക്ക് കീപ്പിംഗ് നടത്തുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ജേർണലൈസിംഗ് ആണ്. അപ്പൊ ഈ ജേർണലൈസിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് ജേണൽ എന്നാണ്. അപ്പൊ ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്കാണ് ആദ്യം ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ജേണൽ എന്താണെന്ന് ചോദിച്ചാൽ, ജേണൽ ഈസ് എ ഡെയിലി റെക്കോർഡ് ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഏതൊരു ബിസിനസ്സിലും അർജന്റായി വേണമെന്ന് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ബുക്കിനെ വിളിക്കുന്ന പേര് ജേണൽ എന്നാണ്. അപ്പൊ ജേണൽ ഈസ് എ ഡെയിലി റെക്കോർഡ് ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷന്റെയും ഡെയിലി റെക്കോർഡാണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഒറിജിനൽ എൻട്രി ഓർ പ്രൈം എൻട്രി. ഇതിനെ ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്നാണ് വിളിക്കുന്നത്. ജേണലിനെ വിളിക്കുന്ന പേര് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്നാണ്. ബിക്കോസ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ടു ദ ജേണൽ. ഈ ജേണലിലാണ് എല്ലാ ട്രാൻസാക്ഷനും ആദ്യമായി റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്നാണ് ജേണലിനെ വിളിക്കുന്നത്. ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്ന ക്രോണോളജിക്കൽ ഓർഡറാണ്. ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന മുറയ്ക്കാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ്. ഇറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദ ഓർഡർ ഓഫ് ക്രോണോളജി. ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ചാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് ജേണൽ ബുക്കിലേക്ക് പ്രോസസ് ചെയ്യുന്ന രീതി വിളിക്കുന്ന പേര് ജേണലൈസിംഗ് എന്നാണ്. സോ ജേണലൈസിംഗ് സിംപ്ലി മീൻസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ജേണൽ. ജേണലിലേക്ക് ട്രാൻസാക്ഷനെ പ്രോസസ് ചെയ്യുന്ന രീതി വിളിക്കുന്ന പേര് ജേണലൈസിംഗ് എന്നാണ്. അപ്പം ജേണലുമായി ജേണലൈസിംഗുമായി അങ്ങനെ ജേണലിലേക്ക് ഇത് ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്തിരുന്ന ഫോമുണ്ടല്ലോ, രൂപമുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. അപ്പൊ ഏത് ഫോമിലാണോ ട്രാൻസാക്ഷൻസ് ജേണൽ ബുക്കിലേക്ക് പകർത്തി എഴുതുന്നത് ആ ഫോമിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. അപ്പൊ ജേണലായി, ജേണലൈസിംഗ് ആയി, ജേണൽ എൻട്രി ആയി. അപ്പൊ ജേണൽ എന്ന് പറഞ്ഞാൽ അത് ഡെയിലി റെക്കോർഡാണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് ജേണൽ എന്നാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്ന് പറയുന്നത്. എന്താ ജേണലൈസിംഗ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ട്രാൻസാക്ഷൻസ് ജേണൽ ബുക്കിൽ പകർത്തിയിരുന്ന രീതിയെ വിളിക്കുന്ന പേര് ജേണലൈസിംഗ് എന്നാണ്. ഇനി എന്താണ് ജേണൽ എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫോമിലാണോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ആ ഫോമിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. അപ്പൊ നമുക്ക് ജേണൽ എന്താണെന്ന് മനസ്സിലായി.
അപ്പോൾ ഈ 3 ടേമുകളും അതിനകത്തേക്ക് മനസ്സിലായി. ഇങ്ങനെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ജേണൽ ബുക്കിലേക്ക് പകർത്തി എഴുതുമ്പോഴത്തേക്ക് അത് വളരെ ചുരുങ്ങിയ ഫോമായ ജേണൽ എൻട്രി എന്ന് പറയുന്ന ഫോമിലേക്കാണ് അത് എഴുതുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ജേണൽ എൻട്രിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് എഴുതും, എങ്ങനെയാണ് ഈ ജേണൽ എൻട്രി വന്നത് എന്നറിയാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് നറേഷൻ എന്നാണ്. അപ്പോൾ ജേണലുമായി ബന്ധപ്പെട്ട് ജേണൽ ഉണ്ട്, ജേണലൈസിംഗ് ഉണ്ട്, ജേണൽ എൻട്രി, ദെൻ നറേഷൻ. ഈ 4 കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് നമുക്കറിയണം. അങ്ങനെ ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, ഒരു ബിസിനസ്സിൽ ഒരു വർഷത്തെ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന സമയത്ത് 10,000-കണക്കിന് ട്രാൻസാക്ഷൻസ് വരും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ 1-2 പേർക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് തന്നെ ട്രാൻസാക്ഷന്റെ ബാഹുല്യം വരാം. അതുകൊണ്ട് ഈ ജേണലൈസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വളരെ ഈസിയാക്കുന്നതിന് വേണ്ടി, സമയം ലാഭപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒറിജിനൽ ജേണലിനെ ഡിവൈഡ് ചെയ്ത് പല പല ജേണലുകളാക്കി മാറ്റും. അങ്ങനെ ഒറിജിനൽ ജേണലിനെ ഡിവൈഡ് ചെയ്ത് പല പല ജേണലുകളാക്കി മാറ്റുന്നില്ലേ, അങ്ങനെ മാറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ജേണലിനെ ഡിവൈഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ജേണലിനെ ഡിവൈഡ് ചെയ്ത് പല പല ജേണലുകളാക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേര് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്നാണ്. അങ്ങനെ ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ജേണൽ ബുക്കിനെ വിളിക്കുന്ന പേര് സബ്സിഡിയറി ബുക്ക് എന്നാണ്. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് സബ്സിഡിയറി ബുക്ക് എന്നാണ്. അങ്ങനെയുള്ള സബ്സിഡിയറി ബുക്കുകൾ 8 എണ്ണമാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. സബ്സിഡിയറി ബുക്കുകൾ 8 എണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ബുക്കിനെ വിളിക്കുന്ന പേര് പർച്ചേസ് ഡേ ബുക്ക് എന്നാണ്. അപ്പോൾ ഈ പർച്ചേസ് ഡേ ബുക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ കടത്തിന് വാങ്ങുമ്പം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. ഇതിന് ഡേ ബുക്ക് എന്ന് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഡേ ബുക്ക് ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പം പറയും. അത് നമ്മൾ സിലബസിൽ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പർച്ചേസ് ഡേ ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് ഡേ ബുക്ക്. കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്ക് പർച്ചേസ് ഡേ ബുക്കാണ്. അപ്പോൾ ഈ പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് കടത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചതെല്ലാം റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ ടോട്ടൽ എടുത്ത് പർച്ചേസ് ഡേ ബുക്കിൽ പർച്ചേസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പർച്ചേസ് ഡേ ബുക്കിന്റെ ടോട്ടൽ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദ ടോട്ടൽ ഓഫ് ദ പർച്ചേസ് ഡേ ബുക്ക് ഈസ് ഓൾവേസ് ട്രാൻസ്ഫേർഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അത് പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. ഇനി രണ്ടാമത്തെ ഡേ ബുക്ക് എന്ന് പറയുന്ന പർച്ചേസ് റിട്ടേൺസ് ബുക്കാണ്. അപ്പൊ എന്താ പർച്ചേസ് റിട്ടേൺസ് ബുക്ക്? കടത്തിന് സാധനങ്ങൾ വാങ്ങിയത് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് ഡേ ബുക്ക് ആണെങ്കിൽ, അങ്ങനെ വാങ്ങിയ സാധനങ്ങൾ നമ്മൾ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ദ റിട്ടേൺസ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്നാണ്. അപ്പൊ പർച്ചേസ് ഡേ ബുക്കുമായി പർച്ചേസ് റിട്ടേൺസ് ബുക്കുമായി. ഇപ്പൊ പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കും, അങ്ങനെ കടത്തിന് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചയക്കുന്ന ബുക്കിനെ നമ്മൾ തിരിച്ചയക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്നാണ്. ഈ പർച്ചേസ് റിട്ടേൺസ് ബുക്കിന്റെ ടോട്ടല് പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിലേക്ക് മാറ്റും. പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കിന്റെ ടോട്ടല് തീർച്ചയായിട്ടും എങ്ങോട്ടാണ് മാറ്റുന്നത്? നമ്മൾ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഈ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വാങ്ങിച്ചത് നമ്മൾ തിരിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതിനെ മറ്റൊരു പേരിട്ട് വിളിക്കും, റിട്ടേൺസ് ഔട്ട് പെയ്ഡ് ബുക്ക് എന്നും വിളിക്കും. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺസ് ഔട്ട് പെയ്ഡ് ബുക്ക്. അപ്പം 2 എണ്ണമായി, പർച്ചേസ് ഡേ ബുക്കുമായി പർച്ചേസ് റിട്ടേൺസ് ബുക്കുമായി. ഇനി മൂന്നാമത്തെ ബുക്കിനെ വിളിക്കുന്ന പേര് സെയിൽസ് ഡേ ബുക്ക് എന്നാ. എന്താ ഈ സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് സെയിൽസ് ഡേ ബുക്ക് എന്നാ. കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് സെയിൽസ് ഡേ ബുക്ക് എന്നാ. ഇവിടെയും നമ്മൾ സെയിൽസ് ഡേ ബുക്കിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. മറന്നുപോലെ സെയിൽസ് അക്കൗണ്ടിൽ മാറ്റും. അവ 3 കാര്യങ്ങളായി. ഇനി സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ റിട്ടേൺസ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനങ്ങൾ വിറ്റപ്പോൾ തിരിച്ചു വരുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് അത് തിരിച്ചു പോയാൽ പർച്ചേസ് റിട്ടേൺ ബുക്ക്.
എന്നാൽ കടത്തിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നാൽ ഉപയോഗിക്കുന്ന ബുക്ക്, റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്ന സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ സെയിൽസ് റിട്ടേൺസ് ബുക്കിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് റിട്ടേൺസ് ഇൻവേർഡ് ബുക്ക് എന്നാണ്. അപ്പൊ 4 ബുക്കുകളായി: പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇനി 5ാമത്തെ സബ്സിഡിയറി ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്? ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ്. ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സ് എന്താണ്, ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ് എന്താണ്, അത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്കുകളെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ലെഡ്ജറിന്റെ രൂപത്തിലാണ്, പക്ഷെ അത് ജേണലാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് 2 പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. ജേണലുമാണ്, ഒരേ സമയം ലെഡ്ജറുമാണ്. സോ ക്യാഷ് ബുക്ക് ഈസ് കൺസിഡർഡ് ആസ് ജേണൽ ആസ് വെൽ ആസ് എ ലെഡ്ജർ. ജേണലുമാണ്, ലെഡ്ജറുമാണ്. പക്ഷേ യഥാർത്ഥം ജേണൽ ആയതുകൊണ്ട് അതിന്റെ കോളം കൊടുക്കുമ്പോഴത്തേ നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്ന കോളമാണ് കൊടുക്കുന്നത്, അല്ല ജേണൽ ഫോളിയോ അല്ല, ലെഡ്ജർ ഫോളിയോ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്യാഷ് ബുക്കിനകത്ത് ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സും ആക്ച്വൽ ക്യാഷ് പേയ്മെന്റും മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബുക്കിന്റെ എമൗണ്ട് കോളം 2 സൈഡിലും ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു എമൗണ്ട് കോളം അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ്. എന്നാൽ 2 സൈഡുകളിലും ഈ ക്യാഷ് കോളം കൂടാതെ ഒരു ബാങ്ക് കോളം കൂടെ ആഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് 2 കോളം അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ്. അതെന്താ ബാങ്ക് കോളം കൂടെ ആഡ് ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കൂടെ ഒരുമിച്ച് കോളമിനാർ ഫോമിൽ ചെയ്യും. അങ്ങനെ ഒരു ക്യാഷ് ബുക്കിന്റെ 2 സൈഡിലും 2 എമൗണ്ട് കോളം വീതമുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ്. എന്നാൽ ഒരു ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഡിസ്കൗണ്ട് കോളം കൂടെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് 3 കോളം ക്യാഷ് ബുക്ക് എന്നാണ്. അപ്പൊ ഡിസ്കൗണ്ട് കോളം കൂടെ ചേർന്ന് വന്നാൽ അതിനെ വിളിക്കുന്ന പേര് 3 കോളം ക്യാഷ് ബുക്ക് എന്നാണ്. അപ്പൊ അവിടെ ക്യാഷ് കാണും, ബാങ്ക് കാണും, ഡിസ്കൗണ്ട് കാണും. ഡിസ്കൗണ്ട് അലൗഡ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അങ്ങനെ നമുക്ക് 3 കോളം ഉണ്ട്. അത് 3 കോളം ക്യാഷ് ബുക്കാണ്. ഇനി മറ്റൊരു ക്യാഷ് ബുക്ക് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് പെറ്റി ക്യാഷ് ബുക്ക് എന്നാണ്. എന്താ ഈ പെറ്റി ക്യാഷ് ബുക്ക്? ചെറിയ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിൽ ചെറിയ ചെറിയ പേയ്മെന്റുകൾ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് പെറ്റി ഓർ സ്മാൾ എക്സ്പെൻസ്. മെയിൻ ക്യാഷ്യർ വലിയ വലിയ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ചെറിയ പേയ്മെന്റ് നടത്താൻ അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ചെറിയ പേയ്മെന്റ് നടത്താൻ വേണ്ടി ഒരു ക്യാഷ്യറെ ഏൽപ്പിക്കും. അവനെ വിളിക്കുന്ന പേര്, അയാളെ വിളിക്കുന്ന പേര് പെറ്റി ക്യാഷ്യർ എന്നാണ്. അയാൾക്ക് കൊടുക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് പെറ്റി ക്യാഷ് ബുക്ക് എന്നാണ്. അപ്പൊ ഈ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പെറ്റി എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് ബുക്കിനെ വിളിക്കുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേര് പെറ്റി ക്യാഷ്യർ എന്നാണ്. ഈ പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം അനുസരിച്ചാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പീരീഡിന്റെ ആദ്യം മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കും. ആ നിശ്ചിത എമൗണ്ട് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഒരു മാസത്തേക്കുള്ള ഒരു നിശ്ചിത എമൗണ്ട് 1000 രൂപ കൊടുത്തു നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ക്യാഷ് ഫ്ലോട്ട് എന്നാണ്. മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ചെലവാക്കാൻ വേണ്ടി കൊടുക്കുന്ന ലംസം എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാഷ് ഫ്ലോട്ട് എന്നാണ്. പെറ്റി ക്യാഷ്യർ എല്ലാ എക്സ്പെൻസും ഇതിൽ നിന്ന് തന്നെ ചെലവാക്കും. ആ പീരീഡിന്റെ അവസാനമായപ്പോൾ മെയിൻ ക്യാഷ്യർ വെരിഫൈ ചെയ്തിട്ട് എത്ര രൂപയാണോ ചെലവാക്കിയത് അത്രയും എമൗണ്ട് കൂടെ കൊടുക്കുമ്പോഴത്തെ അടുത്ത മാസത്തേക്കുള്ള ഫിക്സഡ് എമൗണ്ട് ആയി. അങ്ങനെ ചെലവാക്കുന്ന എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പെറ്റി ക്യാഷ് ബുക്കും കൂടെ ചേരുമ്പോഴത്തേക്ക് ക്യാഷ് ബുക്ക് എത്രയായി? ഇപ്പം സിമ്പിൾ ക്യാഷ് ബുക്ക് ആയി, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയി, 3 കോളം ക്യാഷ് ബുക്ക് ആയി, ഇപ്പൊ പെറ്റി ക്യാഷ് ബുക്ക് ആയി. അപ്പൊ ക്യാഷ് ബുക്ക് കൂടെ ചേരുമ്പോൾ നമ്മൾ സബ്സിഡിയറി ബുക്ക് 5 എണ്ണമായി. ഇനി 6ാമത്തെ ബുക്ക് ബിൽസ് റിസീവബിൾ ബുക്കാണ്. എന്താ ബിൽ റിസീവബിൾ ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടത്തിന് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ കടത്തിന് വിൽക്കുന്ന സമയത്ത് അതിന്റെ മീഡിയേറ്റർ ആയിട്ട് വാങ്ങിച്ചു വെക്കുന്ന, തെളിവിന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്ന ബിൽ റിസീവബിൾസ്, അതിന്റെ ഡീറ്റെയിൽസ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് ബിൽ റിസീവബിൾ ബുക്ക് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ബില്ലിനെ വിളിക്കുന്ന പേര് ബിൽ പേബിൾ എന്നാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് ബിൽസ് പേബിൾ ബുക്ക് എന്നാണ്. അപ്പൊ ബിൽ റിസീവബിൾ ബുക്കും ബിൽ പേബിൾ ബുക്കും മനസ്സിലായല്ലോ. അപ്പൊ ബിൽ റിസീവബിൾ ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ബിൽസ് റിസീവ്ഡ്. ബിൽ പേബിൾ ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ്
ദ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ബിൽസ് അക്സെപ്റ്റഡ്. ബിൽ അക്സെപ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നതാണ് ബിൽ പേയബിൾ ബുക്ക്. ഇനി നമുക്ക് എട്ടാമത്തെ ഒരു ബുക്കുണ്ട്, ജേണൽ പ്രോപ്പർ എന്ന് പറയും. എന്താ ഈ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻസ്, നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും ഈ പറഞ്ഞിരിക്കുന്ന സബ്സിഡിയറി ബുക്കിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും, നേച്ചർ അനുസരിച്ച്. പക്ഷേ ചില ട്രാൻസാക്ഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന സബ്സിഡിയറി ബുക്കിൽ എങ്ങും തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ പ്രോപ്പർ. അപ്പോൾ മറ്റ് 7 സബ്സിഡിയറി ബുക്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ട് എങ്കിൽ ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ബുക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജേണൽ പ്രോപ്പർ ആണ്. സോ ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് all the transactions which do not record in any other transaction, any other subsidiary book. മറ്റൊരു സബ്സിഡിയറി ബുക്കിലും റെക്കോർഡ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ജേണൽ പ്രോപ്പർ. ഈ ജേണൽ പ്രോപ്പറിൽ വരുന്ന എൻട്രീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, ട്രാൻസ്ഫർ എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രികളൊന്നും തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ സബ്സിഡിയറി ബുക്കിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജേണൽ പ്രോപ്പറാണ്. അതിനകത്ത് വരുന്ന ഐറ്റംസ് ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം. ഓപ്പണിംഗ് എൻട്രി ഉണ്ട്, ക്ലോസിംഗ് എൻട്രി ഉണ്ട്, ട്രാൻസ്ഫർ എൻട്രി ഉണ്ട്, ദെൻ അഡ്ജസ്റ്റിംഗ് എൻട്രി ഉണ്ട്. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന ജേണൽ പ്രോപ്പറിലാണ്. അപ്പം അത് മനസ്സിലായി നമുക്ക്. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് സങ്കല്പിക്കുക. കടത്തിന് ഫർണിച്ചർ വാങ്ങിച്ചു. കടത്തിന് ഫർണിച്ചർ വാങ്ങുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ മേൽപ്പറഞ്ഞ ഈ ബുക്കുകളിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കടത്തിന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഡേ ബുക്കാണ്. ഇവിടെ പർച്ചേസ് ചെയ്തത് ഗുഡ്സ് അല്ല, പകരം ഫർണിച്ചറാണ്. ഫർണിച്ചറിന് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പർച്ചേസ് ഡേ ബുക്കിൽ അത് എഴുതാൻ പറ്റില്ല. അത് എഴുതുന്നത് ഈ പറഞ്ഞ ജേണൽ പ്രോപ്പറിലാണ്. അങ്ങനെ ഈ പറഞ്ഞ സബ്സിഡിയറി ബുക്കുകളിലൊന്നും എഴുതാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് ഈ ജേണൽ പ്രോപ്പർ എന്നാണ്. അപ്പോൾ അതും ക്ലിയർ ആയി. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേര് സബ്സിഡിയറി ബുക്ക് എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ആ 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഡെബിറ്റ് നോട്ടുമുണ്ട്, ക്രെഡിറ്റ് നോട്ടുമുണ്ട്. എന്താ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്? ഇവിടെ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, ബിസിനസ്സിൽ കൊണ്ടുവരുന്ന സാധനം കുറേ ഭാഗം കേടായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചയക്കും നമ്മൾ. അങ്ങനെ കേടായ സാധനം തിരിച്ചയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബയർ എന്ന് പറയുന്ന ആള് സെല്ലർക്ക് ഒരു നോട്ട് എഴുതും. എന്താ നോട്ട് എഴുതിയേക്കുന്നത്? ഞങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്കും നിങ്ങൾ മൊത്തം എമൗണ്ട് എന്ത് ചെയ്തു? അത് ക്രെഡിറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന സാധനത്തിന്റെ ഒരു നിശ്ചിത എമൗണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത്രയും എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ കുറയ്ക്കണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി അയച്ചു കൊടുക്കും. അതിനെ വിളിക്കുന്ന പേര് ഡെബിറ്റ് നോട്ട് എന്നാണ്. ഈ നോട്ട് അവിടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? സെല്ലർക്ക് ഇത് മനസ്സിലാവും, ശരിയാണ്, കൊണ്ടുപോയ സാധനത്തിൽ കേട് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ന്യായമായ കേസാണ്, അപ്പോൾ കുറച്ച് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? അതങ്ങനെ കുറച്ചിട്ടുണ്ടെന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തിരിച്ച് സെല്ലർ ബയർക്ക് കൊടുക്കും. അതിനെ ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കും. അപ്പോൾ എന്താ ഡെബിറ്റ് നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെബിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ബയർ ആൻഡ് സെൻഡ് ടു ദി സെല്ലർ. ബയർ സെല്ലർക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഇൻഫോമിംഗ് ദ സെല്ലർ ദാറ്റ് ഈസ് അക്കൗണ്ട് ഷാൽ ബി ഡെബിറ്റഡ് വിത്ത് ദ ബാലൻസ് വിത്ത് വാല്യൂ ഓഫ് ഗുഡ്സ് ഡാമേജ് ഓർ റിട്ടേൺഡ്. അയച്ചു കൊടുത്ത ഗുഡ്സ് റിട്ടേൺ ചെയ്തോ ഡാമേജ് ചെയ്തോ ഗുഡ്സിന്റെ വാല്യൂ എന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബയർ സെല്ലർക്ക് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. അപ്പൊ അതവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? സെല്ലർ അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചൊരു നോട്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് നോട്ട് എന്നാ. അപ്പൊ എന്താ ക്രെഡിറ്റ് നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ക്രെഡിറ്റർ ആൻഡ് സെൻഡ് ടു ദി ബയർ ഇൻഫോമിംഗ് ദാറ്റ് ഹിസ് അക്കൗണ്ട് ഷാൽ ബി ക്രെഡിറ്റഡ് വിത്ത് ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ ഓർ ഡാമേജ്ഡ്. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഡാമേജ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ജേണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ മനസ്സിലായി. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ജേണൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അങ്ങനെ 1, 2, 3, 4 വീഡിയോയിൽ നമുക്ക് ഈ അക്കൗണ്ട്സ് മൊത്തം തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.